കാര്യങ്ങൾ പോകുന്നത് സൂപ്പർ ട്വിസ്റ്റിലേക്കാണ്. ആന്റോ ആന്റണി ഇടുക്കിയിലും ഉമ്മൻചാണ്ടി പത്തനംതിട്ടയിലും. ആകാംക്ഷത്തിന്റെ മുൾമുനയിൽ തിരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ. സിറ്റിംഗ് എം പി ആന്റോ ആന്റണി എന്തായാലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. പക്ഷേ പത്തനംതിട്ട മണ്ഡലം കിട്ടില്ല. ഇടുക്കി അല്ലെങ്കിൽ തൃശൂർ ആന്റോയ്ക്ക് നൽകാനും പത്തനംതിട്ടയിൽ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ PJ കുര്യൻ മത്സരിക്കാനും ധാരണയായി. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ക്ഷണിച്ചത് പ്രകാരം PJ കുര്യൻ ഇപ്പോൾ ഡൽഹിയിലുണ്ട്. സീറ്റ് വിഭജനത്തിൽ അവസാനം ഉൾത്തിരിഞ്ഞ നിർദ്ദേശമാണ് ആന്റോയെ മണ്ഡലം മാറ്റി മത്സരിപ്പിക്കാനുള്ളത്. A ഗ്രൂപ്പുകാരനായ ആന്റോയ്ക്ക് സീറ്റ് നൽകുന്നതിനെ സ്വന്തം ഗ്രൂപ്പുകാർ എതിർത്തപ്പോൾ രക്ഷയ്ക്കെത്തിയത് I ഗ്രൂപ്പുകാരനായ രമേശ് ചെന്നിത്തലയാണ്. ആന്റോയ്ക്ക് പത്തനംതിട്ടയിൽ തന്നെ അവസരം നൽകണമെന്ന് വാദിച്ചതും രമേശ് തന്നെ. എന്നാൽ PJ കുര്യൻ സീറ്റിൽ കണ്ണുവച്ചതും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് കെട്ടുകെട്ടിയതിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടിയെ അവിടേക്ക് നിർദ്ദേശിച്ചതും ആന്റോയ്ക്ക് തിരിച്ചടിയായി. സിറ്റിംഗ് MPമാർക്കെല്ലാം സീറ്റ് നൽകണമെന്ന AICC നിർദ്ദേശമുള്ളതിനാൽ ആന്റോയെ ഒഴിവാക്കാനും കഴിയില്ല. ഇതേ തുടർന്നാണ് ഇടുക്കിയിലോ തൃശൂരിലോ ആന്റോയെ പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ I ഗ്രൂപ്പുകാരും ആന്റോ ഇവിടെ മത്സരിക്കുന്നതിന് അനുകൂലമാണ്. പത്തനംതിട്ട DCCയിലെ I ഗ്രൂപ്പുകാർ ഒന്നടങ്കം എതിരായതോടെയാണ് ആന്റോ മറുകണ്ഠം ചാടി ചെന്നിത്തലയെ സമീപിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. A ഗ്രൂപ്പ് നേതാക്കൾ എതിർപ്പുമായി മുകുൾ വാസ്നികിനെ കാണുകയും പത്തനംതിട്ട DCC KPCCക്ക് നൽകിയ സാധ്യതാ പട്ടികയിൽ നിന്ന് ആന്റോയെ ഒഴിവാക്കുകയും ചെയ്തതോടെയാണ് പുനർവിചിന്തനത്തിന് AICC ഒരുങ്ങിയതെന്നതും ശ്രദ്ധേയം. DCC പ്രസിഡന്റ് ബാബു ജോർജ്, മുൻ പ്രസിഡന്റ് P മോഹൻരാജ്, മുൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ സജി ചാക്കോ എന്നിവരുടെ പേരാണ് ആദ്യം പരിഗണിച്ചിരുന്നത്. LDF സ്ഥാനാർത്ഥിയായി വീണ എത്തിയതോടെ മറ്റൊരാളെ നേരിടാൻ നിർബന്ധിതരാവുകയായിരുന്നു. വീണയ്ക്കെതിരെ ആന്റോ മത്സരിച്ചാൽ പരാജയം ഉറപ്പാണെന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്നുമുണ്ട്. DCCയുടെ പട്ടികയിലുള്ളവർക്ക് വീണയോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. എന്തായാലും കോൺഗ്രസിൽ വൻ അഴിച്ചുപണികൾ വരുന്നു. ആദ്യം മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി പത്തനംതിട്ടയിൽ നിൽക്കുന്നത്. രമേശ് ചെന്നിത്തല രക്ഷയ്ക്കായി എത്തിയത് ആന്റോ ആന്റണിക്ക് എത്രത്തോളം ഗുണം ചെയ്യും? ഇതൊക്കെ വരുന്ന മണിക്കൂറുകളിൽ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.